പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഏലിയ സ്ലീവ മൂശക്കാലങ്ങളുടെ രണ്ടാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച ദിവസമാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 33 മുതൽ 37 വരെ വാക്യങ്ങൾ. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയുന്നതിനെ കുറിച്ച് ഈശോ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നു. നല്ല ഫലങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള വഴികളിൽ ഒന്ന് ഒരാളിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകളും അയാളുടെ സംസാരവുമാണെന്ന് ഈശോ പറയുന്നു. നല്ല ഫലത്തെക്കുറിച്ച് പറയാൻ ഈശോ തുടങ്ങിയിട്ട് പിന്നീട് പറഞ്ഞു വരുന്നത് മുഴുവൻ സംസാരത്തെക്കുറിച്ച്, വാക്കുകളെക്കുറിച്ച്, അയാളിൽ നിന്ന് പുറപ്പെടുന്ന അത്തരം കാര്യങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് നമ്മുടെ സംസാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തെ ഇന്ന് പ്രത്യേകം ആ വിധം ആത്മശോധന ചെയ്യാൻ നമുക്ക് പരിശ്രമിക്കാം. ഈശോ തന്നെ പറയുന്നു, വാക്കുകൾ വരുന്നത് ഹൃദയത്തിലെ ചിന്തകളുടെ പ്രതിഫലനമായിട്ടാണ്. ഈശോ പറയുന്നു, മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. എപ്പോഴാണ് വാക്ക് വ്യർത്ഥമായി പോകുന്നത്? അത് ആത്മാർത്ഥതയില്ലാതെ പറയുമ്പോഴാണ്, മുറിപ്പെടുത്തി സംസാരിക്കുമ്പോഴാണ്, കള്ളത്തരം പറയാൻ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴാണ്, ഉറപ്പില്ലാതെ കാര്യങ്ങൾ സംസാരിക്കുന്ന അവസരങ്ങളിലാണ്, സഹോദരങ്ങളെ എതിർക്കാനായി നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കുമ്പോഴൊക്കെ വാക്കുകൾ വ്യർത്ഥമായി പോവുകയാണ്. വ്യർത്ഥം എന്ന് പറഞ്ഞാൽ ഫലമില്ലാതെ, അർത്ഥമില്ലാതെ, പ്രയോജനമില്ലാതെ പോകുന്നു. ഉദ്ദേശിക്കുന്ന നന്മ അതിനില്ലാതെ പോകുന്നത് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെയാണ്. നമുക്ക് പ്രത്യേകം ഓർമ്മിക്കാം, ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ കുറച്ചു കഴിയുമ്പോൾ അത് ഉണങ്ങും. എന്നാൽ വാക്കുകൾ കൊണ്ട് ഒരാൾ മറ്റൊരാളുടെ ഹൃദയത്തിൽ ഏൽപ്പിക്കുന്ന മുറിവുകൾ ചിലപ്പോൾ ഒരു ജന്മത്തിൽ പോലും ഉണങ്ങി എന്ന് വരില്ല. ഉണങ്ങാത്ത മുറിവുകളോടെ ഒരുപക്ഷെ ഒരാൾ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞ ഒരു വാക്കിന്റെ വിഷമത്തെ ഓർത്ത് കടന്നു പോകേണ്ടി വരുന്നെങ്കിൽ അത് വലിയൊരു കാര്യമായി നമ്മൾ പരിഗണിക്കുകയും അത്തരം സംസാരങ്ങൾ നമ്മുടെ വാക്കുകളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യണം. ദൈവം നമുക്ക് സംസാരിക്കാനുള്ള കഴിവും വാക്കുകളും ഒക്കെ നൽകിയിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്കായിട്ടാണ്. ഒന്ന്, ദൈവത്തെ മഹത്വപ്പെടുത്താൻ. രണ്ട്, സഹോദരങ്ങളെ കുറിച്ച് നല്ലത് സംസാരിക്കാൻ. ഇത് രണ്ടിനും നമ്മുടെ വാക്കുകളും സംസാരവും ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. സംസാരിക്കാൻ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയ കഴിവിനെ ഓർത്ത്, അനുഗ്രഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ വാക്കുകൾ ആരെയും മുറിപ്പെടുത്തുന്നതാകാതെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ച് നന്മ സംസാരിക്കുന്നതിനുമുള്ള വലിയ കാര്യമാക്കി ഞങ്ങളുടെ ഈ സംസാരിക്കാനുള്ള കഴിവിനെ ഉപയോഗിക്കാൻ ഞങ്ങളെ എല്ലാവരെയും ശക്തരാക്കണമേ. അങ്ങനെ ലോകം നന്മയും സന്തോഷവും സമൃദ്ധിയും ദൈവാനുഗ്രഹവും കൊണ്ട് നിറയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.